ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിഞ്ചക്ക കൊണ്ട് ഒരു മസാല കറിയാണ്. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ട് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് 2 സബോള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോണത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇടിച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മസാലക്കറി തന്നെ വെക്കുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺപാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഈ മസാലയൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം തന്നെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മാറ്റി വെച്ച ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇടിച്ചക്കയിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവിടേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ നേരത്തെ അരച്ച് വെച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം പോരാത്ത പോലെ ഉണ്ട്, അത്ര വെള്ളം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഉള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാം, ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.